ഹായ്, ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ് ഈ കൊട്ടക്കത്തി ടണ്ടളാൻ. വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു 5-6 കോളിഫ്ലവറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ സമയം കളയാതെ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഒരു 6 കോളിഫ്ലവറുണ്ട്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മളത് റെഡിയാക്കുന്നത്. ആദ്യം വേണ്ട നമുക്കിതൊന്ന് അടത്തിയൊക്കെ എടുക്കട്ടെ. ഇങ്ങനെ അങ്ങോട്ട് അടയ്ക്കാം. ഷംലാക്ക് ഇഷ്ടമല്ലേ കോളിഫ്ലവർ? നല്ല രുചിയാണ്, നല്ല ടേസ്റ്റുമായിരിക്കും അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വേറെ ആരുണ്ട്, ഇത് ഒരുപാട് വലിയ വിലയൊന്നും ഇല്ലല്ലോ കോളിഫ്ലവറിന്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതൊന്ന് അടത്തി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതേപോലെ ഒന്ന് അടത്തിയെടുക്കുക. ഒരുപാട് കനം വേണ്ട, കുറച്ചുകൂടെ. ഇപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് അടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കഴുകിയെടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. മഞ്ഞൾപ്പൊടിക്കകത്ത് ഒരല്പം സമയം കിടക്കട്ടെ. ഒരു 10 മിനിറ്റെങ്കിലും ഒന്നും മഞ്ഞൾപ്പൊടിക്കകത്ത് കിടക്കട്ടെ. അപ്പോൾ ഈ മഞ്ഞൾ വെള്ളത്തിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനും. അതുകൊണ്ട് നമുക്കറിയാമല്ലേ കോളിഫ്ലവറിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ചിലപ്പം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ പുഴുക്കളൊക്കെ ചിലപ്പോൾ കാണണമെന്നിരിക്കും, അറിയത്തില്ല. അതിനുവേണ്ടി ഞാൻ ഏതായാലും ഇത്തിരി സമയം മഞ്ഞൾപ്പൊടി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇത് വേറെ പാത്രത്തിൽ മാറ്റാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിക്കൊണ്ട് വരാം. ഇത് നല്ലപോലെ കഴുകി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അപ്പം നല്ലപോലെ വൃത്തിയാക്കി കോളിഫ്ലവർ ഇത് നല്ല ക്ലിയറായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെക്കാം. വെള്ളം തിളക്കട്ടെ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ലേശം ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഈ കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കി ഈ വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് കൂടെ നല്ല ഒരു 2-3 മിനിറ്റ്, ഒരുപാട് സമയം കിടക്കേണ്ട കാര്യമില്ല, ഒരു പകുതി വേവായാൽ മാത്രം മതി. ഇതേപോലെ നല്ലപോലെ തിളച്ചതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിലോട്ട് ഇട്ടു കൊടുക്കും. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒരു പകുതി വേവിന് കോരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കാൻ. അപ്പോൾ ഈ ചെമ്പിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേ ചെമ്പിനകത്ത് തന്നെയാണ് നമുക്കിതിനാവശ്യമുള്ള കൂട്ടൊക്കെ റെഡിയാക്കുന്നത്. അപ്പം ഇത് പൊട്ടിക്കട്ടെ. നമുക്ക് ഈ ചെമ്പിൻ്റെ അകത്ത് ഒരു 3/4 പാത്രം മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം ഇതിനുള്ള സാധനങ്ങൾ എടുക്കാൻ. അടുത്തായിട്ട് വേണ്ട കടലമാവാണ്. ഇതിനൊരു 1/2 പാത്രം കടലമാവ് അതിട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്. ഇത് 1/2 പാത്രമുണ്ട്, ഇതിൻ്റെ ഒരു 1/4 പാത്രം കണ്ട് എടുത്താൽ മതി. ഒരു 1/4 പാത്രം കണ്ട് എടുത്തിട്ടുണ്ട് അരിപ്പൊടി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട്. ഇതേപോലെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. എരിവിന് പാകത്തിന്. ഇതിപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം കാസൂരി മേത്തി ഇടുകയാണ്. ഇത് ഓപ്ഷനാണ്, കാര്യം ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും, നല്ല മണമൊക്കെ കിട്ടും. ഇത് ഒരു കയ്യിൽ ഇങ്ങനെ കുറച്ച് വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് വേണ്ടത് ഒരു ചെറുനാരങ്ങ, അതോടെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ കുരുവെല്ലാം അങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ നീക്കി അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഒരു സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്. ഇത് നല്ല ഒരു തിക്കായിട്ട് വേണം ഇത് നമുക്ക് നനച്ചെടുക്കാനായിട്ട്. വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണം ആ മാവ് അയച്ചെടുക്കാനായിട്ട്. ഇതേന്ന് ഒരല്പം എടുത്ത് തൊട്ട് നോക്കണം, എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ കോളിഫ്ലവർ ഈ ഗ്രേവിക്കകത്തോട്ടിടാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തവി കൊണ്ടൊന്നും ഇളക്കുന്നില്ല, കാരണം കൈ കൊണ്ട് തന്നെ ഇളക്കിയാലേ ഇതിൻ്റെ അകത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഈ ഗ്രേവിക്കകത്ത് ഈ കോളിഫ്ലവർ, അതായത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ ഗ്രേവിയുടെ എല്ലാം പിടിക്കണം. ഈ ഒരു രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കോളിഫ്ലവർ നല്ലപോലെ മസാലയൊക്കെ റെഡിയാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ അടച്ചു വെക്കുക. കാര്യം അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട്. വേണ്ട എത്ര സമയം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. താഴോട്ട് വെക്കാം. അടുപ്പ് കത്തിച്ച ശേഷം ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം. ഉരുളി ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്തും ഓയിലിനകത്തും ഒക്കെ റെഡിയാക്കാവുന്നതാണ്. ഏതായാലും നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയ ശേഷം നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം. ഇനിയും നമുക്ക് കുറേശ്ശെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മളിങ്ങനെ ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി ഒന്ന് ഇളക്കി ഒന്നിച്ചാ കോരി ഇടുന്നെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ കൈ കൊണ്ട് തന്നെ ഇത് ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ചുവര കളർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ റെഡ് കളറാണ് സാധാരണ ചേർക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കളറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീയൊക്കെ മീഡിയം രീതിയിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി അങ്ങോട്ട് കിടക്കട്ടെ. കുറച്ച് പച്ചമുളക് കീറിയത് എല്ലാം കൂടെ കിട്ടും.
കോളിഫ്ലവർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഭാഗമാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കോരിയെടുക്കട്ടെ. അടുപ്പ് അങ്ങ് നിർത്തിയിട്ട് അങ്ങോട്ട് കോരിയെടുക്കാം. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. അല്ല കുഴപ്പ സാധനമാണ്. പിന്നെ വേറെ ആരുണ്ട്, ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം പറഞ്ഞിട്ട്. ഇതാണ് സംഭവം. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും കോളിഫ്ലവർ എന്ന് പറയുന്നത് വലിയ ചിലവൊന്നുമില്ല. 1-2 മേടിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കുകയോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. തണുത്ത് പോകാതെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് അങ്ങനെ വേണം കഴിക്കാനായിട്ട്. ചെറിയ ചൂടോട് വേണം കഴിക്കാൻ. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഇച്ചിരി സോസൊക്കെ ഇങ്ങനെ മുക്കി അല്ലേ ഇങ്ങനെ കഴിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏതായാലും നല്ല സാധനം. ആ കാലത്ത് ഞാൻ ഗ്യാരണ്ടി. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ്.